എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ വീണ്ടും ആ ഒരു ഔറസ്റ്റ് ക്യാപിറ്റലായിരിക്കും കാണിക്കുക. അവിടെ മാൻഷനിലാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ ആൾക്കാരാണെങ്കിൽ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ കറങ്ങി നടക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ലോക്ക് ചെയ്തിരുന്ന ആ ഒരു കീ അതെവിടെയും ചോദിച്ച് ആ ഒരു മാൻഷന്റെ മുക്കിലും മൂലയിലും അലഞ്ഞു നടക്കും. അതേസമയം നാമിക്കാണെങ്കിൽ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള നിധികളാണ് ആവശ്യം. അവൾ അവിടെ മുഴുവൻ അങ്ങനെ എന്തെങ്കിലും നിധി ഉണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സോറോ ആണെങ്കിൽ ആ കാസ്റ്റിലിനെ കുറിച്ചുള്ള സ്റ്റോറീസ് എല്ലാം കേട്ട് അങ്ങനെ ഹായ് ആയിട്ട് നടന്നു വരും. ഒരുപാട് നേരം അങ്ങനെ ചുറ്റി നടന്നതിന് ശേഷം സോറോ ആണെങ്കിൽ ആ കാര്യം എല്ലാവരോടും പറയും. നമ്മൾ വെറുതെ ഈ കോട്ടയിലൂടെ നടന്നിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് കഴിയില്ല. ഇതൊരു വലിയ കോട്ടയാണ്, ജയന്റ് കോട്ടയാണ്. ആ കീ അത് അത്ര ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും മറ്റൊരു വഴി നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. രാവിലെ മുതൽ നമ്മൾ ഈ കോട്ടയിൽ കിടന്ന അലയാണ്. ഇപ്പോൾ സമയം ഏകദേശം വൈകുന്നേരമായി കഴിഞ്ഞു. ഇതുവരെ യാതൊരു ക്ലൂവും നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് ആ ഗാർഡ്സിനോട് ചോദിക്കാമെന്ന് പറഞ്ഞ് അവരോട് ചോദിക്കും. അവർക്കും അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. സോറോ ആണെങ്കിൽ റോഡോയോട് സഹായം ചോദിക്കും. അവനാണെങ്കിൽ കൂലങ്കക്ഷമായിട്ട് ആലോചിച്ച് ഇപ്പൊ സോറോയോട് പറയും, ആ ചീഫ് ചെറൂൾ അദ്ദേഹത്തിന് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയായിരിക്കും. ഇവിടെ ലൂഫിക്കാണെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരില്ല. അപ്പോഴായിരിക്കും സോറോ തലയിൽ സ്വാഡ് കുത്തിയിറക്കിയ ആ കപ്പടാമീശക്കാരൻ അപ്പാപ്പനെ കുറിച്ചാണ് അവൻ പറയുന്നതെന്ന് ലൂഫിക്ക് പറഞ്ഞു കൊടുക്കുക. ലൂഫിക്കാണെങ്കിൽ അദ്ദേഹത്തെ ഓർമ്മ വരും. അതെ, അദ്ദേഹത്തിന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചിലപ്പോൾ അറിയായിരിക്കും, ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെയുള്ള ആളല്ലേ. ലൂഫി ആണെങ്കിൽ റോഡോയോട് ചോദിക്കും. അദ്ദേഹത്തിനോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആ കീ കണ്ടെത്താൻ കഴിയോ? അത് കേട്ട് റോഡോ പറയും, എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഒരിക്കലും ലൂഫി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് അനുവദിക്കില്ല. അദ്ദേഹം ഒരിക്കലും ലോക്കി അവിടുന്ന് പുറത്തു വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം സഹായിക്കുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അതിന് സോറോ പറയും, അദ്ദേഹം മാത്രമല്ല, ഞാനും അത് ആഗ്രഹിക്കുന്നില്ല. അവനെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം അതെനിക്കുണ്ട് എന്ന് പറയും. പക്ഷെ ലൂഫിക്കാണെങ്കിൽ യാതൊരു കൂസലും ഇല്ല. അവനാണെങ്കിൽ വീണ്ടും ചാടിത്തുള്ളി ആ ഒരു കീ അന്വേഷിച്ചു പോവാണ്. റോഡോ ആണെങ്കിൽ വീണ്ടും പറയും, അദ്ദേഹത്തെ പോലെ തന്നെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ വേറെയും ഉണ്ട്. ഒരുപക്ഷെ അവരെ കണ്ട് അവരോട് ചോദിക്കുകയാണെങ്കിൽ ഇതിനുള്ള ആൻസർ കിട്ടാതിരിക്കില്ല. ഒരുപക്ഷെ നിനക്ക് ആ കീ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. ഇവിടെ നാമിക്കാണെങ്കിൽ ഒരുപാട് വിഷമം തോന്നും. അവൾ വലിയ പ്രതീക്ഷയോടുകൂടെ എക്സ്പെക്ടേഷനോടുകൂടെയൊക്കെയാണ് ആ ഒരു ക്യാസ്റ്റിലേക്ക് വന്നത്. പക്ഷെ അത്ര നേരവും അവിടെ കറങ്ങി നടന്നിട്ടൊന്നും തന്നെ അവൾക്കൊരു സ്വർണത്തിന്റെ കല്ല് പോലും ലഭിച്ചിട്ടില്ല. അവൾ ആ വിഷമത്തിൽ നിരാശയായിട്ട് കടന്നു വരുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് എന്തോ ഒന്ന് കാണുക. അവളാണെങ്കിൽ അത് കണ്ട് ഷോക്കായി ഇപ്പൊ എല്ലാവരെയും അവിടേക്ക് വിളിച്ചു വരുത്തും. വരുത്തുകയാണ്. അവരെല്ലാവരും ഓടി വന്ന് അവിടേക്ക് നോക്കും. ഒരു റെഡ് കാർപ്പറ്റ് അത് കണ്ട് ഇപ്പൊ റോഡോ ആണെങ്കിൽ ഷോക്കാവും. റോഡോ ആണെങ്കിൽ ഭയത്തോടു കൂടെ പറയും, അത് റോയൽറ്റിക്ക് കൊടുക്കുന്ന വലിയൊരു ബഹുമാനം തന്നെയാണ്. ആ റോയൽ ത്രോൺ സിംഹാസനം അതിവിടെ അടുത്ത് തന്നെയാണെന്ന് പറയും. അപ്പോൾ അവർ കാണും ദൂരത്തായിട്ട് ആ ഒരു വലിയ സിംഹാസനം. റോഡോയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ അവന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കാനായിട്ട് തുടങ്ങും. ലൂഫിക്കാണെങ്കിൽ അത് കാണുമ്പോൾ വല്ലാത്ത എക്സൈറ്റ്മെന്റ്. വാവ്, എനിക്കതിൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ സൗന്ദര്യം ഒന്ന് തൊട്ടടുത്ത് നിന്ന് ആസ്വദിക്കണം എന്ന് പറഞ്ഞ് അവൻ അതിൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. നാമി തടയുമെങ്കിലും ലൂഫി ആണെങ്കിൽ അതൊന്നും കേൾക്കാതെ 32 പല്ലും കാട്ടി ചിരിച്ച് ആ ത്രോണിൻ്റെ അരികിലേക്ക് ഓടുകയാണ്. അപ്പോൾ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഓരോ ആംഗിളിലായിട്ട് ആ ഒരു ഭാഗം കാണിക്കും. അവിടെ ഉണ്ടായിരുന്ന അമേച്ചേഴ്സിൻ്റെ എല്ലാം തന്നെ ഇരിപ്പിടങ്ങൾ അത് തകർന്ന് കിടക്കുകയാണ്. സിംഹാസനത്തിന്റെ പല ഭാഗത്തും വലിയ വലിയ തകർച്ചകൾ അത് ഏർപ്പെട്ടിട്ടുണ്ട്. ഇവിടെ റോഡോ പൈനാണെങ്കിൽ എന്തോ ഒരു മാർക്ക് കണ്ട് ഷോക്ക് ആവുകയാണ്. നമ്മുടെ ആൾക്കാർ നിൽക്കുന്ന ഭാഗത്തു നിന്ന് അത് കാണാനായിട്ട് കഴിയില്ല. എൻ്റെ കയ്യിൽ കയറ്, ഞാൻ കാണിച്ചു തരാമെന്ന് പറയും. ഉടനെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവന്റെ കയ്യിൽ കയറുമ്പോൾ അവൻ ആ മാർക്ക് അത് കാണിച്ചു കൊടുക്കും. അത് മറ്റൊന്നുമല്ല, അവർ രണ്ടുപേരും ടെലിപ്പോർട്ടായപ്പോൾ വന്ന ആ ഒരു മാജിക് സർക്കിൾ മാർക്ക് അതാണ്. നാമിക്കാണെങ്കിൽ അതൊരു മാജിക് സർക്കിൾ ആണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഡീമൺസിനെ എല്ലാം സമൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം ഡ്രോയിങ് ആണത്. റോഡോയ്ക്കാണെങ്കിൽ അത് പറയുമ്പോൾ തന്നെ ഒരുപാട് ഭയം. പക്ഷെ ലൂഫി ആണെങ്കിൽ കാഷ്വലായിട്ട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഈ സിമ്പിൾ ഉപയോഗിച്ച് ഇവിടേക്ക് ഡീമൺസിനെ കൊണ്ടുവരാൻ കഴിയുമോ? ഇവിടെ ഇനി നമ്മൾ കാണാത്ത ഡീമൺസ് ഉണ്ടോ? ഹലോ ഡീമൺസ്, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മുൻപിലേക്ക് വാ, എന്നെ കാണാതെ പോവരുത്. അങ്ങനെ പോയാൽ ഇടിച്ച് ഞാൻ സൂപ്പാക്കുമെന്ന് പറയും. റോഡോയ്ക്കാണെങ്കിൽ ഭയം കൂടി വരും. ഈ ത്രോൺ റൂമിൽ എങ്ങനെ ഇങ്ങനെയൊരു സിമ്പിൾ വന്നു എന്ന് അവൻ ചിന്തിക്കും. അതിനുശേഷം ലൂഫിയും വളരെ കൂലങ്കക്ഷമായിട്ട് കാര്യമായിട്ട് ആ മാർക്കിലേക്ക് തന്നെ നോക്കുകയാണ്. ഇതിനു മുൻപ് ഞാനും ഈ മാർക്ക് എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് ലൂഫി അവനോട് തന്നെ പറയും. പക്ഷെ എത്രയൊക്കെ ചിന്തിച്ചിട്ടും അവനത് എവിടെയാണെന്ന് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോഴായിരിക്കും അവരൊരു ശബ്ദം കേൾക്കുക, സ്ട്രോഹാറ്റ് ലൂഫി, നിനക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. എല്ലാവരും ഷോക്കായി ചുറ്റും നോക്കും. നീ എൻ്റെ അടുത്തേക്ക് വായോ എന്ന് ആ ശബ്ദം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ചിരിച്ചുകൊണ്ട്, ആരാ
ഏതെങ്കിലും ഡീമൺസ് ആണോ എന്ന് ചോദിക്കും. അത് കേട്ട് നാമിയാണെങ്കിൽ അവന്റെ തലയ്ക്കൊരു കിഴുക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇവിടെ ഡീമൺസ് ഒന്നുമില്ല, ഇത് മറ്റാരോ ആണെന്ന് പറയും. റോഡോയ്ക്കാണെങ്കിൽ അവന്റെ പാതി ജീവൻ തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. മരിച്ചുപോയ ഏതെങ്കിലും വലിയ വാരിയേഴ്സ് ഇവിടേക്ക് വന്നതായിരിക്കുമോ എന്ന് ചിന്തിച്ച് അവൻ ഭയപ്പെടും. അപ്പോൾ വീണ്ടും വീണ്ടും ആ ശബ്ദം അങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ്. നിനക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് ലൂഫി, നീ എൻ്റെ അരികിലേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ റോഡോ ആണെങ്കിൽ അത് കേട്ട് ഭയപ്പെട്ട് മുട്ടുകുത്തിയിരിക്കുകയാണ്. ദയവ് ചെയ്ത് പ്രേതങ്ങളും ഭൂതങ്ങളും എൻ്റെ അടുത്തേക്ക് വരരുത്, എനിക്ക് ഭയമാണെന്ന് പറഞ്ഞ് അവൻ കരയാനായിട്ട് തുടങ്ങും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ആവേശം കൂടി ഇപ്പം ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ റോഡോ ആണെങ്കിൽ ചാടി എഴുന്നേൽക്കും. ഏതെങ്കിലും ഡീമൺ ഇവിടെ വന്നിട്ടുണ്ടാവും, ഇനി ഇവിടെ നിന്നാ അതൊട്ടും ശരിയാവില്ല, എത്രയും വേഗം നമുക്ക് പുറത്തെത്തണം എന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാരെയും തൂക്കിയെടുത്ത് അവൻ ഉഷാറായിട്ട് ഇപ്പൊ പുറത്തേക്ക് ഓടും. ലൂഫിയും സോറോയും അവനോട് നിൽക്കാൻ പറയെങ്കിലും അവനതൊന്നും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് ഓടുകയാണ്. ആ സമയത്ത് വലിയൊരു കോടാലി അതങ്ങനെ തെറിച്ചു വന്ന് അവന്റെ മുൻപിലുണ്ടായിരുന്ന ചുമരിൽ അങ്ങനെ തറച്ചു നിൽക്കുകയാണ്. അത് കണ്ട് ഒരു സെക്കൻഡ് അവനങ്ങനെ ഫ്രീസായിട്ട് നിൽക്കും. റോഡോയ്ക്കാണെങ്കിൽ അവന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് നമ്മുടെ ആൾക്കാർ അവന്റെ കയ്യിൽ നിന്ന് താഴേക്ക് പോവാണ്. ഞാമിയാണെങ്കിൽ ഉച്ചത്തിൽ അലറും. പക്ഷെ നമ്മുടെ ആൾക്കാർ രണ്ടുപേരും ഹായായിട്ട് അങ്ങനെ താഴെ വന്ന് ലാൻഡ് ചെയ്യാണ്. എനിക്ക് ഇവിടെയുള്ള അസറ്റ്സ് തേടിയാണ് ഞാൻ വന്നത്, അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവളങ്ങനെ താഴേക്ക് അടിച്ചു വീഴാൻ നോക്കുമ്പോഴായിരിക്കും സോറോ എപ്പോഴത്തേതും പോലെ അവളെ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യുക. നാമിയാണെങ്കിൽ ശ്വാസം വലിച്ചു വിടും. റോഡോ ആണെങ്കിൽ ഇപ്പോൾ അവളോട് മാപ്പ് പറയുകയാണ്. ഐ എം സോറി, ആ പേടിയിൽ ഞാൻ അറിയാതെ നിങ്ങളെ താഴേക്ക് ഇട്ടുപോയി. അത് കേട്ട് അവൾ പല്ല് കടിക്കും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് ഇപ്രകാരം ചെയ്യും, നീ മരണഭയമാണ് എനിക്ക് കാണിച്ചു തന്നത്, അതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയും. റോഡോടെ പേടി അതിപ്പോൾ 10 മടങ്ങാവുകയാണ്. ഇവിടെ ലൂഫിയും സോറോയും ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ ആ ഒരു വലിയ കോടാലി അതാരാണ് വലിച്ചെറിഞ്ഞതെന്ന് നോക്കും. അപ്പോൾ അവർ കാണും ആ വലിയ സിംഹാസനത്തിന്റെ കൈഭാഗത്ത് ആരോ കയറിയിരിക്കുന്നു. താടി മുടിയൊക്കെ നരച്ച ഒരപ്പാപ്പൻ. കഴിഞ്ഞ എപ്പിസോഡിൽ കോട്ടയെ ലക്ഷ്യമാക്കി നടന്നു വന്ന അതേ അപ്പാപ്പൻ. റോഡോയാണെങ്കിൽ ആളെ കാണും. ആളെ കാണേണ്ട താമസം റോഡോ ഷോക്കാവുകയാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ ലിയ. ആളാണെങ്കിൽ ക്യാഷ്വലായിട്ടിരുന്ന് ഡ്രിങ്ക്സ് അടിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അത് കേട്ട്, എന്ത് യായോ, ഇയാൾ ആരാണ്, എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഇദ്ദേഹവും ഞങ്ങളെപ്പോലെ ഒരു ഹ്യൂമൺ അല്ലേ? എൽബോഫിൽ ഇദ്ദേഹത്തിന് എന്താണ് ജോലി? അതിന് റോഡോ പറയും, ഇദ്ദേഹം ഒരു പഴയ പൈററ്റാണ്, ഒരുപാട് കാലമായിട്ട് ഇവിടെയാണ്, എന്തിനാണിപ്പോൾ ഇവിടേക്ക് വന്നതെന്ന് അറിയില്ല. അത് കേട്ട അപ്പൂപ്പനാണെങ്കിൽ അവരോട് പറയും, ഈ കോട്ടയിൽ നിന്ന് വലിയൊരു ഹോക്കി പവർ റിലീസ് ആവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, അതെന്താണെന്ന് അറിയാനാണ് ഞാനിതിൻ്റെ അകത്തേക്ക് വന്നത്. പക്ഷേ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആ ഫീൽ നഷ്ടപ്പെട്ടു. നിങ്ങളെയാണ് ഇവിടെ വെച്ച് എനിക്ക് കാണാൻ കഴിഞ്ഞത്. നീ ആ ലൂഫിയല്ലേ, കൈഡോയെ പോലും തോൽപ്പിച്ചവൻ. സത്യത്തിൽ ലാൻഡ് ഓഫ് വാനോ കാണാൻ എനിക്ക് ഒരുപാട് താല്പര്യവും ആഗ്രഹമൊക്കെ ഉണ്ട്. അതിരിക്കട്ടെ, നിങ്ങൾ ആ സ്കൂളിലേക്ക് പോയിരുന്നോ? അവിടെ റിപ്ലൈ എന്ന് പറയുന്ന ഒരു ടീച്ചറിനെ കണ്ടില്ലേ? അതിന് ലൂഫി പറയും, അതെ കണ്ടു. അതിനെന്താ ചോദിക്കും. അപ്പോഴായിരിക്കും റോഡോ പറയുക, അവരുടെ ഹസ്ബൻഡാണ് ഈ കാണുന്ന അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഷോക്കാവും. അതിനർത്ഥം നിങ്ങളാണ് ആ ഹരാട്ട് പയ്യന്റെ പപ്പയല്ലേ? അത് കേട്ട് ചിരിക്കും. അതെ, കോളനാണ് ഓൾറെഡി ഹരാട്ട് പയ്യന്റെ പപ്പ ഒരു ഹ്യൂമൺ ആണെന്ന് ലൂഫിയോടും ടീമിനോടും പറഞ്ഞത്. അവനൊരു പ്യുവർ ജയന്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല എന്ന് പറയും. മാത്രമല്ല, എൻ്റെ വൈഫിൻ്റെ ഏജ് ഇപ്പോഴും പഴയതുപോലെ യങ്ങായിട്ട് 20 തന്നെയാണ്. എനിക്ക് വയസ്സ് 80 സോ നിങ്ങൾ ഒരു ജയന്റ് ലേഡി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വയസ്സ് മാത്രമായിരിക്കും കൂടുക, ലേഡീസിൻ്റെ വയസ്സ് അത് കൂടില്ല. നാമിയാണെങ്കിൽ അതെല്ലാം കേട്ട് അദ്ദേഹത്തോട് ചോദിക്കും, ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിട്ടും പിന്നെ എന്തിനാണ് എല്ലാവരും ജയൻസിന്റെ പിന്നാലെ പോകുന്നത്? അതിന് അദ്ദേഹം പറയും, പ്യുവറായിട്ട് ലവ് ഉള്ളവര് ഓപ്പോസിറ്റുള്ള പാർട്ട്ണറിന്റെ ബാഹികമായിട്ടുള്ള ഭംഗിയോ സൈസോ ഒന്നും നോക്കില്ല, അതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് ജയൻസുകളെ ഇഷ്ടമെന്ന് പറയും. ഇവിടെ സോറോ ആണെങ്കിൽ അതിരിക്കട്ടെ, നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. അതിന് പറയും, ഞാനാണ് കാതൽ മന്നൻ, പ്രണയത്തിന്റെ തോഴൻ. അത് കേട്ട് സോറോ അവൻ ഷോക്കാവുമ്പോൾ ലൂഫി ആണെങ്കിൽ അദ്ദേഹത്തെ നോക്കി ചിരിക്കും. നിന്നെ കാണുമ്പോൾ സാഞ്ചിയെ കോപ്പി എടുത്ത് വെച്ചതുപോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ നിർത്താതെ ചിരിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.